ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. ഞാൻ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ സ്കൂളിൽ വന്നേക്കണെയാണ്. ഇന്ന് രാവിലെ ബുക്ക് എടുത്തിട്ടാണ് എനിക്ക് ഓഫീസിൽ പോകാൻ. 1 hour ലേറ്റ് പെർമിഷൻ എടുത്തിട്ട് വന്നേക്കണെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്ന വലിയ തിരക്കൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ അതെ, ബുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബുക്ക് മേടിച്ചിട്ട് പോകാം. പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ബുക്ക് കളക്ട് ചെയ്യാൻ സെക്കൻഡത്തേക്ക് ഞാനൊന്ന് ടെൻഷൻ അടിച്ചു. അതിൻ്റെ ഈ വേറെ തന്നെ ഇരിക്കുന്നത് എന്ത് ചെയ്തിട്ട് എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലി അങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ ഒരു 10-20 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പോയത് പൈസ കേട്ടോ. അപ്പം ഇനി ബുക്കുണ്ടെങ്കിൽ നേരെ വീട്ടിൽ കൊടുത്തിട്ട് ആ വഴി ഓഫീസിൽ പോകണം. നല്ല വെയിലും ചൂടുമാണ് ഇവിടെ കേട്ടോ. ഓരോരോ വീഡിയോ എടുക്കേണ്ട അവസ്ഥയെ. അപ്പുറത്തെ ഒരാളുടെ സ്കൂട്ടറിൽ, ഒരു പാരൻറ്റിൻ്റെ സ്കൂട്ടറിൽ വെച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അവർ വന്നെക്കാൾ മുമ്പ് എനിക്കിതൊന്ന് ചെയ്തെടുക്കണമെന്നുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണമില്ല കേട്ടോ. നല്ല ചൂടാണ്. ചൂടെടുത്ത് ഞാൻ വേർത്ത് പുകയും എവിടെയുണ്ട്. യെസ്, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ബുക്കുണ്ട് വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ബാഗെല്ലാം ആയിട്ട് ഓഫീസിൽ പോകണം. അപ്പോൾ ഇനി ഓഫീസിൽ കാണാം. ബൈ. ഫൈനലി ഓഫീസിലെത്തി. ഓഫീസിൽ ഞാൻ എന്തായാലും 1 hour അല്ല, അതിൻ്റെ മുന്നേ എന്നെ എത്തിയിട്ടോ. 1 hour ആയിട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. ഞാനൊരു 10:45 ഒക്കെ ആയപ്പോൾ എത്തി. പഞ്ച് ചെയ്തു ഞാൻ നേരെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി 3-4 ദിവസത്തേക്ക് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്തേക്കാണ് പോകുന്നത്. പിള്ളേർ ഓൾറെഡി ഞാൻ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനല്ല, മമ്മി പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗമൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ മമ്മിയുടെ അടുത്ത് പോകാനുള്ള ഒരു തിരക്കിലാണ് ഞാൻ. എന്താണെന്ന് പറയാം, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോഴൊരു പ്രത്യേക ഒരു എനർജിയും പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ വൈകിട്ട് പണിയെല്ലാം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തി. വീട്ടിലൊരു 7 o'clock ആയപ്പോഴത്തേന് എത്തി. 1-2 കടയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ കുറേ നേരം എനിക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിള്ളേരവിടെ ചെസ്സ് കളിക്കണതിൻ്റെ തിരക്കാട്ടോ. എനിക്ക് മൂത്ത ആൾക്ക് ചെസ്സ് കളിക്കാൻ അറിയാം, ഇളയാൾക്ക് അറിയില്ല. അപ്പോൾ അവൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ കാണുന്നത്. അതിനി പഠിപ്പിച്ച് മിക്കവാറും ഇടിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മമ്മി അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മാങ്ങ ചെത്തിക്കൊണ്ട് വന്നു. നല്ല ആദ്യത്തെ ബൈറ്റ് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അങ്ങ് പുളിയായിരുന്നു കേട്ടോ. ആ ഒരു മാങ്ങ പറയില്ലേ, അണ്ടിയോളം എത്തുമ്പോഴുള്ള മാങ്ങയുടെ രുചി മനസ്സിലാവുന്നത്. അപ്പോൾ രുചിയാണോ പുളിയാണോ എനിക്കറിയില്ല. അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്, ഇടയ്ക്ക് പുളിയുള്ള ടേസ്റ്റൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു, നീ ഒന്ന് പോയി ഉടുപ്പൊക്കെ മാറി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ പോയി ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്തത് അങ്ങനെ എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ചു. മേക്കപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. അത്യാവശ്യം കണ്ണ് എഴുതും, ലിപ്സ്റ്റിക്ക് ഇടും, അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പം ഞാൻ അതെല്ലാം മാറ്റി ഞാൻ അവിടെ സൈഡിൽ നിന്ന് മമ്മിയായിട്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക കേട്ടോ. മമ്മി ഇവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത്. ഇത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, എൻ്റെ വീടിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്, മാക്സിമം പോയി 10 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ ഓടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിള്ളേരവിടെ ഞാൻ പറഞ്ഞില്ലേ പയ്യെ പിന്നെ തല്ലുപിടുത്തമാണ്. അപ്പോൾ അവിടെ തല്ലുപിടുത്തം നടക്കണേണ്. അതിൻ്റെ ഡയലോഗ് കേട്ട് ചിരിക്കും കേട്ടോ ഞങ്ങൾ. അപ്പം മുടിയൊക്കെ പൊക്കിയൊക്കെ കെട്ടി നേരെ മേല് കഴുകാൻ പോണെയാണ്. അപ്പോൾ മേല് കഴുകി കഴിഞ്ഞിട്ട് മമ്മി പറഞ്ഞു നമുക്ക് ഇനി ഡിന്നർ കഴിക്കാം. എന്തായാലും 8:30 നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചെല്ലാം കഴിഞ്ഞു, ഫ്രഷൊക്കെ ആയി, ജസ്റ്റ് മുഖത്ത് ടോണറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിവിടെ യൂസ് ചെയ്യണ ഫോക്സ്ടെയിലിൻ്റെ ടോണർ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഫോക്സ്ടെയിലിൻ്റെ ടോണർ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടോണർ കേട്ടോ.
എൻ്റെ മുഖം ഒരു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ലൈറ്റ് വെയ്റ്റ് ടോണറാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മമ്മി അവിടെ ചപ്പാത്തി പരത്തുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തി ചുടുവാണ്. പൊതുവേ ഞാനിവിടെ ഒന്നും ഒരു പണി എടുക്കാറില്ല, മമ്മി എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറുമില്ല. പിന്നെ പാവം മമ്മിയോടെ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് ചപ്പാത്തിയൊക്കെ പരത്തുന്നുണ്ടപ്പോൾ ഞാൻ ഞാൻ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മമ്മി ചപ്പാത്തി പരത്തി തരുന്നു, ഞാൻ ഓരോന്നായിട്ട് ചുടുവാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 1 by 1 ആയിട്ട്, ഐ മീൻ ആൾ വീതമാണ് ഫുഡ് കഴിക്കുന്നത്. മമ്മി എന്നോട് ചപ്പാത്തി വേണമെന്ന് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മമ്മിക്കാണെങ്കിൽ ചോറ് കഴിക്കാനുള്ള മടിയും കൊണ്ട് മമ്മി ചപ്പാത്തി കഴിക്കും. ഞാൻ ഓട്സ് പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓട്സ് പുട്ട് അപ്പുറത്ത് പുട്ടിൻ്റെ ഇതിൽ ഇട്ടിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണതാണ്. ഇതേ കണ്ട ഓരോന്നോരോന്നൊക്കെ വരുവാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതുങ്ങൾ. പിന്നെ വെക്കേഷൻ ടൈമാണല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം ഇതുങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ബാക്കിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഗോഷ്ടിയും കോപ്രായത്തരങ്ങളൊക്കെ കാണിക്കും ഇവരൊക്കെ ഇരുന്ന്. ചെറുതിനെ കൊണ്ട് വലിയ ശല്യമായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണാകുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഓടി വരും, അമ്മ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് തന്നെ ഇറിറ്റേറ്റും വട്ടെളുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് വിശപ്പിൻ്റെ വിളി, മറുഭാഗത്ത് ഇടി. ഞാനാണ് ഇവിടെ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുവാണ്. ഇതിൻ്റെയൊക്കെ സ്ട്രഗിളൊക്കെ എനിക്കറിയില്ല. ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ അതേമേ വീഡിയോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫൈനലി ചപ്പാത്തി ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഒരുപാടൊന്നും ഇല്ല, ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കലേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി ചപ്പാത്തി മറ്റേ എണ്ണയൊന്നും ഇടാണ്ട് ഡയറക്റ്റ്ലി തീയിലിട്ട് ചുട്ടെടുക്കുന്ന പോലത്തെ ചപ്പാത്തി, ഫുൽക്ക എന്ന് പറയില്ല, അതാണ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ മറ്റേ ഓരോ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ തൂവി അതെനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതാണ് എനിക്കിഷ്ടം, ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെയാണ് കഴിച്ച് ശീലിച്ചുള്ളത്. ഇതിങ്ങനെ നമ്മൾ ആദ്യം ചപ്പാത്തി ഒന്ന് ചുട്ട് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ തീയിലിട്ട് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ കൊമളിച്ച് വരും. അപ്പോൾ എനിക്ക് മോളാട്ടോ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത്. ബാക്കിൽ ക്യാമറയുടെ പിന്നിൽ എൻ്റെ മോളാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നെ പിള്ളേർക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുങ്ങൾക്ക് ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ ചെറുതിന് ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഗോഷ്ടിയും പറഞ്ഞ് ചിരിച്ചും കൊണ്ടിരിക്കണ്ട. ഇതാണ് ഇയാളുടെ പരിപാടി. ഇയാൾക്ക് ചോറ് കൊടുക്കൽ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുനിഷ്ടം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നിർത്തില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നല്ല വിശപ്പ്, കാരണം ഞാൻ വന്നിട്ട് മാങ്ങ മാത്രം കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു വിശപ്പിലാണ് ഞാൻ ആ ഒരു ബലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഫൈനലി പിള്ളേർക്ക് ചോറും മീൻകറിയും ഉള്ളതൊക്കെ വെച്ച് തന്നെ കൊടുത്തു. കാരണം ഉച്ചയ്ക്ക് ഇവർ ഓൾറെഡി നല്ല ലാവിഷായിട്ട് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ മമ്മിയുടെ അടുത്താകുമ്പോൾ ഭയങ്കര ലാവിഷായിട്ട് 4-5 ടൈപ്പ് കറിയൊക്കെ വെച്ചിട്ടാണ് ഇതുങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓട്സ് പുട്ടും കഴിച്ചുകൊണ്ട് മമ്മിയുടെ ഒപ്പം ഓരോ ഗോസിപ്പുകളൊക്കെ സംസാരിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ വന്ന് എപ്പോഴും ഞാനിങ്ങനെ കേട്ടോ, ഞാനും മമ്മിക്ക് ചിലപ്പോൾ ഒരു ഞാൻ എന്ന് വരെ എത്ര ദിവസം വരാതിരിക്കുന്നു അത്രയും ദിവസത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മമ്മി ഉണ്ടാക്കി സൂപ്പർ കറിയൊക്കെ കഴിച്ച് അച്ചാറും കൂട്ടി. എൻ്റെ മമ്മി അടിപൊളിയായിട്ട് അച്ചാറും ഉണ്ടാക്കും. അപ്പം അച്ചാറൊക്കെ കൂട്ടി കഴിച്ച് ഇങ്ങനെ കുറേ നേരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റാറില്ല എൻ്റെ വീട്ടിലാകുമ്പോൾ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ. ഇവിടെ ആകുമ്പോഴത്തേക്കും എനിക്ക് റിലാക്സ് ആയിട്ട് ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.